ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാ മക്കൾക്കും കഥ ഇഷ്ടമല്ലേ? കഥയുടെ പേരാണ് സത്യസന്ധനായ പശു. ഒരു ഗ്രാമത്തിൽ ഒരു പശു ഉണ്ടായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. തൻ്റെ കൂടെയുള്ള കൂട്ടുകാരായ പശുക്കളോടൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ഒരു ദിവസം കാട്ടിൽ ഒറ്റയ്ക്ക് പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുലി പശുവിനെ കണ്ടു. നല്ല കൊഴുത്ത് തടിച്ച പശുവിനെ കണ്ടപ്പോൾ കൊതി സഹിക്കാതെയായി. അതുവരെ ഉണ്ടായിരുന്ന വിശപ്പ് ഇരട്ടിയായി. പുലി പെട്ടെന്ന് തന്നെ പശുവിൻ്റെ മേലേക്ക് ചാടി വീണു. പല്ലും നഖവും കൊണ്ട് പശുവിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് പശു പറഞ്ഞു, പുലി രാജാവേ, ഒന്ന് നിൽക്കൂ. ഞാൻ പറയുന്നത് അങ്ങ് ക്ഷമയോടെ കേൾക്കണം. എനിക്ക് ചെറിയ ഒരു കുഞ്ഞുണ്ട്. അവനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ ജനിച്ചിട്ട് ഒരാഴ്ച ആയിട്ടേയുള്ളൂ. എന്നെപ്പോലെ പുല്ല് തിന്നാനൊന്നും ആയിട്ടില്ല. അവൻ എൻ്റെ പാല് കുടിച്ചാണ് വളരുന്നത്. അവനൊരു കാര്യവും പഠിച്ചിട്ടില്ല. പുല്ല് തിന്നാൻ വന്ന എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ എന്നോട് കരുണ കാണിക്കുകയാണെങ്കിൽ ഞാൻ വേഗം പോയി കുഞ്ഞിന് പാല് കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ വേഗം വരാം. അതിനുശേഷം നീ എന്നെ കൊന്നു തിന്നോ എന്ന് പുലിയോട് പറഞ്ഞു. ഇതു കേട്ട പുലി അട്ടഹസിച്ച് ചിരിച്ചു. കൊള്ളാലോ, നീ വലിയ സൂത്രശാലി തന്നെ. വീട്ടിൽ പോയി നീ പാല് കൊടുത്തിട്ട് വരുമല്ലേ? കാട്ടിൽ അലയുന്ന എനിക്ക് ബുദ്ധിയില്ലെന്ന കരുതിയോ നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ വിഡ്ഢിയല്ല. പുലി പറയുന്നത് കേട്ട് പശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും നുണ പറയാറില്ല. ഞാൻ ഒരിക്കലും എൻ്റെ വാക്ക് മാറ്റില്ല. എനിക്ക് ചതിക്കുന്ന ശീലവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും നടക്കും. എനിക്ക് ഇപ്പം തന്നെ എത്തി, അത്രയുള്ളൂ. മാത്രമല്ല, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണമാകാൻ എനിക്ക് കഴിഞ്ഞാൽ ഈ ലോകത്ത് ചെയ്യാൻ വേറെ എന്താണുള്ളത്? എനിക്ക് മരിക്കാൻ പേടിയില്ല. നീ എന്നെ പിടിക്കാനായി എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നപ്പോൾ തന്നെ എൻ്റെ പേടിയൊക്കെ പോയി. നീ ഒരു കാര്യം ഓർക്കണം, എൻ്റെ കുഞ്ഞ് തനിച്ചാണ്. അത് എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. നാളെ മുതൽ ജീവിതം അത് സ്വയം ജീവിച്ചോളും. കാട്ടിലെ കാര്യങ്ങളായ നല്ലതും ചീത്തയും പഠിപ്പിച്ചിട്ട് വരാം. ഞാൻ ഒന്ന് പോയി കുഞ്ഞിനെ കണ്ട് വിശപ്പ് മാറ്റിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേഗം തിരിച്ചു വരാം. കൊള്ളാലോ, മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന മൃഗമാണ് നീ. നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കും? കുഴപ്പമില്ല, നീ ഇത്ര താഴ്മയോടെ ചോദിച്ചതല്ലേ, ഞാൻ നിന്നെ വിശ്വസിക്കാം. മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന നിന്നെപ്പോലെയുള്ള മൃഗങ്ങളുടെ സത്യസന്ധത ഞാനൊന്ന് നോക്കട്ടെ. നീ പോയിട്ട് വാ. പശു വേഗം പോയി കിടാവിന് വയറ് നിറച്ച് പാല് കൊടുത്തു. അതിൻ്റെ ശരീരം മുഴുവൻ നാവുകൊണ്ട് തലോടി സ്നേഹിച്ചു. പശു പറഞ്ഞു, കുട്ടാ, നീ നന്നായി ജീവിക്കണം. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും നല്ല രീതിയിലും പെരുമാറണം. നല്ല ബുദ്ധിയോടെ ജീവിക്കണം. കൊടുത്ത വാക്ക് മാറ്റിപ്പറയരുത്. ഏതൊരു സാഹചര്യത്തിലും നുണ പറയരുത്. നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പേര് സമ്പാദിക്കണം. ഇത്രയും പറഞ്ഞ് സങ്കടത്തോടെ കാട്ടിലേക്ക് നടന്നു. ദൂരെ നിന്നു തന്നെ പശു നടന്നു വരുന്നത് കണ്ട് പുലി വല്ലാതെ ആശ്ചര്യച്ചുപോയി. ഓ, വളരെ സത്യസന്ധതയുള്ളവളാണല്ലോ ഇവൾ. എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി, എൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നല്ലോ. തൻ്റെ ജീവനേക്കാൾ കൊടുത്ത വാക്ക് പാലിക്കുന്ന ഈ പശു എത്ര നല്ലവളാണ്. ഇത്രയും സത്യസന്ധമായ പശുവിനെ കൊന്നാൽ എനിക്ക് പാപം കിട്ടും എന്ന് മനസ്സിലോർത്തു. മഹാ ഉത്തമനായ പശുവേ, നീ എത്ര നല്ല സത്യസന്ധനാണ്. നീ തന്ന വാക്ക് പാലിക്കാനായി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നിന്നെ കൊന്നാൽ എനിക്ക് പാപം കിട്ടും. അതുകൊണ്ട് നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ മറ്റൊരു വിധത്തിൽ വിശപ്പടക്കിക്കോളാം. നീ നിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സുഖമായി കഴിയൂ. ഇതു കേട്ട പശുവിന് സന്തോഷമായി. മക്കളെ, സത്യസന്ധമായി ജീവിച്ചാൽ എത്ര ആപത്തിലും നമുക്ക് രക്ഷപ്പെടാനാകും. കഥ ഇഷ്ടമായോ മക്കളെ?